പ്രിയ സഹോദരി സഹോദരങ്ങളെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 49 മുതലുള്ള വാക്യങ്ങൾ. സമാധാനമല്ല ഭിന്നതകൾ, ഭൂമിയിൽ തീടാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് ഇതിനകം കത്തിജ്വലിച്ചിരുന്നുവെങ്കിൽ എനിക്ക് ഒരു സ്നാനം സ്വീകരിക്കാനുണ്ട്. അത് നിവർത്തിയാവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. ഭൂമിയിൽ സമാധാനം നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അല്ല, ഭിന്നത എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഭിന്നിച്ചിരിക്കുന്ന 5 പേർ ഇനിമേൽ ഒരു വീട്ടിലുണ്ടാവും. 3 പേർ 2 പേർക്കെതിരായും 2 പേർ 3 പേർക്കെതിരായും ഭിന്നിച്ചിരിക്കും. പിതാവ് പുത്രനും പുത്രൻ പിതാവിനും എതിരായും, അമ്മ മകൾക്കും മകൾ അമ്മയ്ക്കെതിരായും, അമ്മായിയമ്മ മരുമകൾക്കും മരുമകൾ അമ്മായിയമ്മയ്ക്കും എതിരായും ഭിന്നിക്കും. ഈ വചനഭാഗം നാം മനസ്സിലാക്കുമ്പോൾ കർത്താവ് എന്താണ് സമാധാനമല്ല ഭിന്നതകളെന്ന് പറയുവാനുള്ള കാരണം? അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്ന ഗബ്രിയേൽ മാലാഖ ആട്ടിടയന്മാർക്ക് സന്ദേശം നൽകിയപ്പോൾ നാം മനസ്സിലാക്കുക, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് മാത്രമേ സമാധാനം ലഭിക്കുകയുള്ളൂ. ആ സന്മനസ്സുള്ളവർക്ക് തീർച്ചയായിട്ടും സ്വർഗീയ രാജ്യത്തിന് അവകാശമുണ്ട്. ഈ ലോകത്ത് മാത്രം ഫോക്കസ് ചെയ്ത് ജീവിക്കുന്നതായ ഈ ലോക ജനത തീർച്ചയായും പിതാവായ ദൈവത്തെ സ്വീകരിക്കുന്നില്ല, പുത്രനായ ദൈവത്തെ സ്വീകരിക്കുന്നില്ല, അവർക്ക് സഹായകനായി നൽകിയ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നില്ല. അവർ ഈ ലോകത്തിലെ ആത്മാവിനെ മാത്രമാണ് സ്വീകരിക്കുന്നത്. സ്വർഗസ്ഥനായ പിതാവിനെയും മാമോനെയും ഒരുപോലെ സ്നേഹിക്കുവാൻ ആർക്കും സാധ്യമല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവനെ ഈ ലോകം വിദ്വേഷിക്കുമെന്ന് തന്നെ ബൈബിൾ വചനം പറയുന്നുണ്ട്. ആയതിനാൽ നാം സ്വർഗവാസികളാണോ ഭൂവാസികളാണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളിൽ നൽകിയിരിക്കുന്ന വിവേചന ബുദ്ധി ഉപയോഗിച്ചിട്ട് ഏത് രാജ്യത്തെ പൗരന്മാരാണെന്ന് സ്വയം മനസ്സിലാക്കുവാനുള്ള കൃപാവരം നമ്മൾക്ക് ലഭിക്കണം. പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് പിതാവായ ദൈവം ആകർഷിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിനെ നൽകിയില്ലെങ്കിൽ നമുക്കൊരിക്കലും ദൈവത്തെയോ ദൈവപുത്രനെയോ നമുക്ക് സ്വീകരിക്കാൻ സാധ്യമല്ല. നിത്യമായ സ്വർഗീയ രാജ്യത്തിന് അവകാശം ലഭിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. അതിനുള്ള കൃപകൾ നമുക്ക് യാചിക്കാം. ബ്രദർ തോമസ് ജോർജ്, പാണാശ്ശേരി.